ആ ഹലോ. തന്റെ പേര് ഉണ്ണി ബ്ലോഗ് എന്നാണോ? അതെ. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. ആ അബാ മൂവീസ് എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ആ ആ ആ ആ പറയൂ. താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ആ ഇട്ടില്ലേ? ആ ആ വീഡിയോ തന്നെ 1 മണിക്കൂർ പുറം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ ആളിനെ കൊണ്ടുവരും, ഞാൻ പോലീസിനെ കൊണ്ടുവരും, ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായോ? ഓക്കെ, ഏതാ സിനിമ മനസ്സിലായിണ്ടാവുമല്ലോ. ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സിന് ഒരു റിവ്യൂ ഇട്ടതാണ്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് റിവ്യൂ ഇടുന്ന ഒരു മനുഷ്യൻ, അയാളെ പോലും പോയിട്ട് എന്താ ചെയ്യാ, ആ സിനിമയെ കുറിച്ചിട്ട് ചെയ്ത റിവ്യൂ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് എബ്രഹാം എന്ന് പറയുന്ന ഷാലു എബ്രഹാമിന്റെ അല്ലെ, ഷാലുനല്ലേ, ഷാലു എന്തോ അതിന്റെ ആളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ ആളെ വിടും, നിന്നെ ഞാൻ കൊല്ലും എന്ന രീതിയിലുള്ള ഭീഷണികളാണ് പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇദ്ദേഹം ഇയാളെ വിളിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പൈസയുള്ള കൊടീശ്വരനായിട്ടുള്ള മനുഷ്യൻ, പക്ഷെ ബുദ്ധിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. എന്തിന്റെ പേരിൽ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. അല്ല, അതിന്റെ കാരണം എന്താന്ന് പറയും. ഇത് നിനക്ക് തരുന്ന താക്കീതാണ്. എന്നോട് മനസ്സിലാക്കലോ? അല്ല, ഇതിന്റെ കാരണം എന്താണ്? നീ ഇപ്പൊ വീഡിയോ വീഡിയോ നീ ഒരാഴ്ചയാണ് നീ ഉണ്ടാക്കാറുണ്ട്. നീ ഇപ്പൊ നീ വീഡിയോ നീ എന്റെ പടത്തിനെ പറ്റി പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു. പടം മോശമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ ചെയ്യാൻ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. അല്ല, എനിക്ക് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്നോട് ഇപ്പൊ ഞാൻ പറയാം. അല്ല, അതിന്റെ ഓക്കെ, ഒരാഴ്ച സിനിമ റിലീസ് ആയിട്ട് ഇത്രയും ദിവസം ഇല്ലാത്ത കൊണാപ്പിക്കൽ നീ എന്താണ് ഇപ്പൊ കൊണാപ്പിച്ചത് ഉണ്ണിയെ എന്നാണ് ആള് ചോദിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആള് സിനിമ കണ്ട് ചിലപ്പോൾ അയാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് ശരി. അപ്പൊ ഒരാളുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട് യാതൊരു ബോധവുമില്ല. അയാള് പണം കൊടുത്ത് ഒരു സംഭവം കാണുന്നു അല്ലെ, അത് കാണുന്നതാണെങ്കിലും തിന്നുന്ന സാധനമാണെങ്കിലും അയാളുടെ താല്പര്യമാണ് അതിനെ കുറിച്ച് റിവ്യൂ പറയണ്ടേ തീരുമാനിക്കേണ്ടത്. അതായത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാധനം നീ കണ്ടിട്ട് അതിന് കുറ്റം പറയാൻ പാടില്ല എന്ന് പറയാൻ എന്ത് ന്യായമാട്? നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ പറയുന്ന ആളുകൾ ഈ പടം കാണുന്നത് കൊണ്ടാണ്. ഈ റിവ്യൂവർ പറയുന്നത് കേട്ട് സിനിമ കാണുന്ന ആളുകളും ഉണ്ടാവും അല്ലെ. അപ്പോ ഊളത്തരം വിളിച്ചു പറയുന്ന ഒരു എബ്രഹാം മാത്യു, എന്റെ മാത്യു സാറേ, എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. എടോ, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണെന്നും മോശപ്പെട്ട സിനിമയെ കുറിച്ച് മോശമാണെന്നും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന ഈ ഒരു ഊളത്തരം ഉണ്ടല്ലോ, അതിനാണ് ലീഗലി പ്രശ്നമുള്ളത് എന്ന് ആ മണ്ട ശിരോമണി ഒന്ന് മനസ്സിലാക്കണം. നല്ലതാ. ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. നിനക്ക് തോന്നുന്ന എഴുതിയാണ് ഞാൻ കൊടുക്കണ രൂപ മുടക്കുന്നേ. നിനക്ക് ഏത് ഗവൺമെന്റ് ഇത് നിനക്ക് പെർമിഷൻ തന്നിട്ടുള്ളേ? എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് നാളെ രാവിലെ ഞാൻ ഗവൺമെന്റ് പെർമിഷൻ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായല്ലോ? അതെന്താന്ന് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ നിന്റെ വീട്ടിൽ ആളിനെ കൊണ്ടുവരാം, പോലീസിനെ കൊണ്ടുവരാം. അപ്പൊ നീ പെർമിഷൻ കാണിച്ചു. പോലീസിനല്ലേ കൊണ്ടുവരുള്ളൂ? അല്ല, പോലീസിനെ അല്ല, ഞാൻ ആരെ കൊണ്ട് നിനക്ക് എന്നാ കാണിച്ചു തരാം. നാളെ രാവിലെ അപ്പൊ നമുക്ക് പറയാം ഏത് ഗവൺമെന്റ് ആണ് നിനക്ക് പെർമിഷൻ തന്നിരിക്കുന്നുള്ളത്. മനസ്സിലായല്ലോ? നിനക്ക് ആര് എത്ര പൈസ തന്നിട്ട് എഴുതാൻ വേണ്ടി. അയ്യോ അങ്ങനെയൊന്നും പോലെ ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല. ഒരുത്തന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. നീ ആരുടെ കാശ് മേടിച്ചുള്ള ഞാൻ പറഞ്ഞുതരാം. എന്നാ പറ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ? ഞാൻ പറഞ്ഞുതരാം. നീ ആരുടെ കാശ് മേടിച്ചു? അതെ, പറയാന്നേ, ആരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിച്ചത്? ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. എടാ കൊച്ചേ, നീ കേരളത്തിലാണല്ലോ. അതെ. നീ കേരളത്തിലല്ലേ? കേരളത്തിന് പുറത്തുള്ളവരെ നിങ്ങൾ ഒന്നും പറയൂലേ? നീ കേരളത്തിൽ പുറത്താണെങ്കിലും കേരളത്തിനകത്താണെങ്കിലും നിന്നോട് ഞാൻ പറയുന്നുണ്ടല്ലോ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ നീ ഇത് തുടങ്ങിക്കോ, നിന്റെ അധോഗതിയോ. ഓക്കെ, ഇതിനെയാണ് ഭീഷണി എന്ന് പറയുക. ഇതിനെതിരെ ഇദ്ദേഹത്തിന് പോയിട്ടൊരു കംപ്ലൈന്റ് ചെയ്യാം. ഇദ്ദേഹം ഇന്ത്യ ഗവൺമെന്റ് തരുന്ന അതേ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം. അയാളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് അയാളുടെ അഭിപ്രായം പറഞ്ഞ് യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാഡ് ബോയ്സ് എന്ന സിനിമ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം റിവ്യൂ ഇട്ടിട്ടുണ്ട് അല്ലെ. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിലവിൽ ഒരു നിയമം പാസ്സാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത്ര സിനിമ ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സാധനം. അതുപോലും നമ്മുടെ മൗലിക അവകാശത്തിന് എതിർക്കുന്നതായതുകൊണ്ട് അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എബ്രഹാം മാത്യു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, കോടികൾ ചെലവഴിച്ച് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ. ആ ഒരു സിനിമ ഞാൻ കണ്ട് എനിക്കത് ഇഷ്ടമല്ല, ആ സിനിമ മോശമാണ് എന്ന് പറയുന്നതിന് എന്റെ മൗലിക അവകാശത്തിലെ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ള സാധന അത് ഞാൻ പറയും. അതിനെന്ത്? ഉണ്ണി എന്ന് പറയുന്ന മനുഷ്യനെ അനാവശ്യമായിട്ട് തെറികൾ വിളിക്കുക, അത് വളരെ മോശപ്പെട്ട രീതിയിൽ വെല്ലുവിളിക്കുക. പോലീസ് വന്നപ്പോ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കാൻ പോണില്ല. അതായത് എന്റെ സിനിമയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചു ഇയാള് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്ത് ഒന്നും സംഭവിക്കില്ല. അയാൾ സിനിമ പൈസ കൊടുത്ത് കണ്ട സാധന, പണം കൊടുത്ത് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ആണ്, ഞാൻ കണ്ടതാണത്. ഞങ്ങൾ ഓരോരുത്തർ പൈസ ചെലവഴിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾക്ക് കോടികൾ കിട്ടുന്നത്. അപ്പൊ അതൊരു ഊള പരിപാടിയായെന്ന് എനിക്ക് ഉറപ്പ്. ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ്. ഞാൻ അതിനെ വേറെ ആൾക്കാർ വേറെ രീതിയിൽ കാണും.
ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞു. രണ്ട്, ആ സിനിമയുടെ റിവ്യൂ പറയാൻ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. നീ കാശ് മേടിച്ചിട്ടുണ്ട്, അയ്യോ, എഴുതിയിട്ടുണ്ട്. നീ എഴുതിയിട്ട് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നോട് ഞാനൊന്നും എഴുതിയിട്ടില്ല. ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഇത്രയും തെറി വിളിച്ചിട്ടും ബഹുമാനത്തോടെ പറയാണ്. ഒരു മിനിറ്റ്, എന്റെ പേര് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ വിളിക്കുന്നത്. എനിക്ക് അഡ്രസ് ഉള്ളതാണ്, മനസ്സിലായല്ലോ? എനിക്കും അഡ്രസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞേ, നീ ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് മോശമായിരിക്കും. എന്നോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാണ്. ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല സർ. അതുകൊണ്ട് തന്നെ ഞാൻ റോങ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇയാളാരെ പിരികേറ്റി വിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ണി വ്ളോഗ് എന്ന് പറയുന്ന ആള് വീഡിയോ എടുക്കുന്നു, അതാണ് ഇടുന്നത്. ഞാൻ എവിടെ എഴുതി വെച്ചു എന്നൊക്കെ പറയുന്നത് ആരോ കേട്ടതോ കണ്ടതോ ഇയാളോട് പറഞ്ഞിട്ട് ഇയാളെ വിളിക്കുക. എല്ലാവർക്കും അഡ്രസ് ഉണ്ട്. ഞാൻ അഡ്രസ് ഉള്ളവനാണ്. എബ്രഹാം എന്നാണ് എന്റെ പേര് എന്ന് പറഞ്ഞത്. ഉണ്ണിക്ക് എന്താ അഡ്രസ് ഇല്ലേ? അപ്പൊ ഇതൊരു നിങ്ങൾ 2ാം കിട 3ാം കിടയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. ഞാൻ എ ക്ലാസ് ആണടാ എന്ന് പറയുന്ന രീതിയിലാണ് ഈ എബ്രഹാം എന്ന് പറയുന്ന ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളെ സിനിമയാണ്, നമ്മൾ ആരും കാണും, ആരും അഭിപ്രായം പറയും. എനിക്ക് ഇയാളുടെ ഈ ഉണ്ണി പറഞ്ഞ ആളുടെ എന്താ പറയാ റിവ്യൂസ് ഒക്കെ എനിക്കൊരു ജെനുവിൻ ആയിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പലപ്പോഴും അടിപൊളി എന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞത് അടിപൊളി ആവാറുണ്ട്. ചില ആളുകൾ അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പോ നമ്മൾ ഇത് കണ്ടിട്ട് സിനിമ കാണേണ്ട ആളൊന്നല്ല, അത് വേറെ കാര്യം. ഞാൻ എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് ഞാൻ പോയി സിനിമ കാണും, സിനിമ കണ്ടുവരും. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ റിവ്യൂ ഇടും, ചിലപ്പോൾ റിവ്യൂ ഇടില്ല. ആർട്ട് കഫേ എന്നൊരു ചാനൽ ഞാൻ ഇടയ്ക്ക് റിവ്യൂ ഇടാറുണ്ട്, എപ്പോഴും ഇടാറൊന്നുമില്ല. നമുക്ക് അത്രയും മാത്രം വ്യൂ ഒന്നുമില്ല. ഓക്കെ, 1000-500 1000 അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. എന്നിരുന്നാലും എനിക്ക് എന്റെ സ്വാതന്ത്ര്യം അത് ഞാൻ യൂസ് ചെയ്യും. അതിനിപ്പോ എത്ര വലിയ പടച്ചാമ്പരാനാണെങ്കിലും ഇയാൾ പേടിച്ചിട്ടാണ് ഉണ്ണി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹത്തിന് അത്രയ്ക്കൊരു വിൽ പവർ ഇല്ല തോന്നുന്നു, പേടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോന്റെ ഏറ്റവും അവസാനം അത് അദ്ദേഹം സമ്മതിച്ചും തരികയാണ്. ഞാൻ ഇനി നിങ്ങളുടെ സിനിമയൊന്നും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു തെണ്ടിത്തരമല്ല, ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവരും സിനിമ ചെയ്യുന്ന കോടിക്കണക്കിന് മുടക്കിയിട്ടാണ്. നിങ്ങളോട് പറയുന്നില്ല. ഞാൻ പൈസ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ്. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നീ വേറെ പറയും. ഇപ്പൊ നിന്നോട് ഞാൻ പറയുകയാണ്. ഇത് വളരെ സ്നേഹത്തോട് സൗഹൃദത്തോടെ പറഞ്ഞ ഇല്ല, നാളെ രാവിലെ ഞാൻ അതേ എന്റെ പൊന്നു ഉണ്ണിയോ, വേഗം പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്യുക. വധഭീഷണി തന്നെ, അത് പോയി കംപ്ലൈന്റ് ചെയ്യും. വേറെ ഒന്നും നോക്കാനില്ല. എന്ത് പേടിക്കാനുണ്ട്? പോവുക കംപ്ലൈന്റ് ചെയ്യുക. കാരണം അയാൾ കോടികൾ ചെലവാക്കിയൊരു സിനിമ നമ്മൾ കണ്ട് നമ്മൾ സ്വാതന്ത്ര്യം പറഞ്ഞുകൂടെ? നമുക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ? അതിന് യാതൊരു തരസുമില്ല. ഇയാൾ ഇനി പോയി കേസ് കൊടുത്തൊരു തേങ്ങാക്കോലി സംഭവിക്കാനും പോലില്ല. രാവിലെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞത്. ഇനി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ണിക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എബ്രഹാം എന്ന് പറയുന്ന ആളുടെ പേരിൽ തന്നെ കേസ് വരിക. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഷെയർ ചെയ്ത് കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ അത് റെക്കോർഡിങ്സിന്റെ എല്ലാ സംഭവങ്ങളും കിടക്കുന്നുണ്ട്. അപ്പൊ പേടിച്ച് പിന്മാറില്ല വേണ്ടത്. നമ്മൾക്ക് അങ്ങോട്ടും കാണിച്ചു കൊടുക്കാൻ കഴിയടോ, നമുക്കും കേസ് കൊടുക്കാൻ കഴിയും. എന്താ, നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല, ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഒരാളെ വിളിച്ചിട്ട് അയാളെ വധിക്കുമെന്ന രീതിയിലുള്ള ഭീഷണികൾ പെടുത്താൻ കഴിയുമോ? പാടില്ല, ഒരിക്കലും പാടില്ല. അപ്പൊ തെറ്റ് ചെയ്തത് ആരാ? എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാ. അതിന് റിവ്യൂവേഴ്സിന്റെ തലയിൽ കയറുന്ന കാര്യമൊന്നുമില്ല. റിവ്യൂ പറയുന്ന ആളുകൾ റിവ്യൂ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അവരെ തടഞ്ഞേക്കാനും കഴിയില്ല. അത് വീഡിയോ പൈസ വാങ്ങിക്കൊണ്ട് റിവ്യൂ ഇട്ടു എന്നാ പറയുന്നത്. പണം വാങ്ങി റിവ്യൂ ഇടാൻ ആരാണ് ഇവർക്ക് പണം കൊടുക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതുവരെ മനസ്സിലാത്ത കാര്യം അതാ. പൈസ വാങ്ങിക്കൊണ്ട് റിവ്യൂ ഇടുക. പൈസ വാങ്ങി റിവ്യൂ ഇടുക എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പടം അടിപൊളി എന്ന് പറയുന്നതിനാണ് അങ്ങനെ പറയുക. അല്ലാതെ ആ ഒരു സിനിമ നശിപ്പിക്കുന്ന പറഞ്ഞിട്ട് ഏതെങ്കിലും പൊട്ടന്മാര് പൈസ ചെലവാക്കുമോ? അതോ ആ പടം പൊളിക്ക്, മോശം പടമാണെന്ന് പറഞ്ഞോ, എന്നാ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പറഞ്ഞിട്ട് തരിക. അങ്ങനെ ആര് തരും? ആരും തരില്ല. എല്ലാവരും സ്വന്തം സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി പൈസ ചെലവാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾ പൈസ കൊടുക്കും. അത്ര കൊള്ളാം. മിസ്റ്റർ വ്ളോഗെ, വെറുതെ കൊടാലി ഒപ്പിക്കാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങണമെന്ന് ഉറങ്ങുക. ഡിലീറ്റ് ചെയ്തിട്ട്. അല്ലാതെ ഇത് നിനക്ക് ടെൻഷൻ വരുത്തി വെക്കാനുള്ള ആരംഭമാണെങ്കിൽ നീ ചെയ്തോ. നിനക്ക് ടെൻഷൻ ഞാൻ ഈ പണി എടുക്കാൻ തുടങ്ങിയ കാലം മുതലുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ എന്നോട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത്. അത് എവിടുന്നാന്ന് പറ. ഒരു മിനിറ്റ്, നീ ചിലപ്പോ പല ആൾക്കാരെ കണ്ടു കാണും. നിന്നോട് ചിലപ്പോൾ അവർ ഹലോ പറയും, ഹവായു പറയും. മനസ്സിലായല്ലോ? എല്ലാ ആൾക്കാരും ഒരുപോലല്ല. മനസ്സിലായല്ലോ? നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് അറിയേണ്ട കാര്യവുമില്ല. ഞാൻ എവിടുന്ന് പൈസ വാങ്ങിയെന്ന് പറ, മൊമെന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാം. അത് പറയാതെ ഡിലീറ്റ് ചെയ്യുന്ന അത് മോശമാണ്. ശരി. എന്റെ പൊന്ന് എബ്രഹാം, ഇട്ട വഴി തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് പോയി തിരിച്ചെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ചെയ്ത വീഡിയോ ആളുകൾ കണ്ടു. ഇതിനോടകം തന്നെ നിങ്ങളുടെ സിനിമ ഇനി കാണണോ കാണണ്ടേ എന്ന് മലയാളികൾ ചിന്തിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് മലയാള സിനിമ കാണില്ല എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
OTT-യിൽ നിങ്ങളുടെ സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൂടെ കാണുക എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല തിയേറ്ററിലേക്ക് ഇങ്ങനെ ഭീഷണികൾ പെടുത്തി കഴിഞ്ഞാൽ ആളുകൾ കാണുന്നത്. ഇപ്പൊ ഇദ്ദേഹം ഇനി നിങ്ങളുടെ സിനിമ കാണില്ല എന്ന് പറയുന്നു. ശരിക്കും അതല്ല ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിന്റെ സിനിമ കാണുക, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് ആർജവത്തോട് കൂടിയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? മൗലികാവകാശത്തിൽ പെട്ടതാണ്. സ്വാതന്ത്ര്യം ഉണ്ട്, സംസാരിക്കാലോ. പിന്നെ ഞാൻ സിനിമ പൈസ ഇറവാക്കിയത് നിന്റെ റിവ്യൂ കേൾക്കാനല്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാവരും റിവ്യൂ കേൾക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ താല്പര്യമാണ് ആ സിനിമ കണ്ടു വേണോയോ വേണ്ടയോ, നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ പറയല്. അപ്പോ ആ ഒരു വെല്ലുവിളി ഇദ്ദേഹം മാത്രമല്ലല്ലോ യൂട്യൂബർമാരായിട്ടുള്ളത്, ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഇതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഈ കിടന്നിട്ട് കല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് അതേ മൗലികാവകാശത്തിൽപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇയാൾ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ സിനിമ കാണുന്നതുകൊണ്ടാണ് നിങ്ങളുടെ പോക്കറ്റും വീർക്കുന്നതുള്ള കാര്യം ഓർത്താൻ നല്ലതാണേ. എന്റെ സിനിമയെ പറ്റി നീ ഈ ആരോപണം എഴുതാൻ നിനക്ക് ഒരു റൈറ്റും ഇല്ല. ആര് പറഞ്ഞു? പറയാൻ വേണ്ടി ഒരു മിനിറ്റ് നിനക്ക് വായി വരുന്ന വിളിച്ച് പറയാനല്ലോ ഞാൻ കോടിക്കണക്കിന് സിനിമ ഉണ്ടാക്കുന്നേ. എനിക്ക് ഇതിന്റെ ഒപ്പീനിയൻ വേണ്ടതാ പോലെ. നിങ്ങൾ പിന്നെ ആരുടെ ഒപ്പീനിയന് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്? പിന്നെ ഇത് സിനിമ കാണുന്നവൻ അവൻ എന്താ എഴുതിയിരിക്കുന്ന കണ്ട മനുഷ്യൻ അറിയാം. മനസ്സിലായല്ലോ? അത് അതിന്റെ കമന്റ് ബോക്സിലും ഉണ്ട്. അതിന്റെ കമന്റ് ബോക്സിലുണ്ട്. സിനിമ കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിനെ പറ്റി താൻ ഒരു ടെൻഷൻ അടിക്കണം. കമന്റ് ബോക്സിൽ ഞാൻ നോക്കിക്കോളാം. ശരി, നീ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ ബാക്കി കാര്യം. അയാൾക്ക് യാതൊരു പ്രശ്നമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളത്? വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയാളുടെ ചാനലിലൂടെ അത് പുറത്തേക്ക് എത്തിക്കുന്നു. നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു സാധനമാണ്. ആ സിനിമ എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ചെലവാക്കി നിങ്ങൾക്ക് വീട്ടിലിരുന്നാണ്ട് കണ്ടാൽ പോരെ, ജനങ്ങൾക്ക് കൊടുക്കണോ? പബ്ലിക്കിന് നിങ്ങളത് കൊടുത്തു കഴിഞ്ഞ അഭിപ്രായം വരും. പെട്ടിയിലിരിക്കുകയാണെങ്കിൽ പെട്ടിയിലിരിക്കും, അഭിപ്രായം വരില്ല. നിങ്ങൾ അങ്ങനെ ഒരു സിനിമ ചെയ്തു ജനങ്ങൾ ഇത് കാണട്ടെ പറഞ്ഞ് കൊടുക്കുമ്പോൾ 100, 130, 150 പല രീതിയിലുള്ള ടിക്കറ്റ് ചാർജുകളാണ് ഓരോ തിയേറ്ററിൽ പോയിട്ട് നമ്മളത് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. നമ്മളത് ഫ്രീ ആയിട്ടില്ല, പൈസ കൊടുത്തിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് എന്റെ സ്വാതന്ത്ര്യം പറയാം, അതിൽ യാതൊരു തടസ്സവും. പിന്നെ ഇദ്ദേഹം എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ സിനിമയെ കുറിച്ച് അഭിപ്രായം നിനക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നത്. അയാൾക്ക് യാതൊരു മൂളയുമില്ല. അതായത് പൈസയുള്ള കോടീശ്വരനായിട്ടുള്ള പൊട്ടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എല്ലാ പ്രൊഡ്യൂസർമാരും ഒരുപോലെ അല്ലെന്ന് മനസ്സിലാക്കി ഇപ്പോൾ എന്നോട് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ എബ്രഹാം അല്ല സർ, നിങ്ങൾ സംവിധാനം അല്ല, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയെ കുറിച്ച് ഞാൻ മിണ്ടരുതെന്നാണോ ഇനി? ഒരു മിനിറ്റ്, ഞാൻ ശരി, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ലെവൽ വിട്ട് സംസാരിക്കരുത്. ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ നിങ്ങളുടെ സിനിമ കാണരുത്, റിവ്യൂ ഇടരുത് എന്ന് അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ കാര്യമല്ലേ? ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ്. ഇത് നിങ്ങൾ ഓക്കെ പറയൂ. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ശരി, ഞാൻ ഈ കോളും അതുപോലെ തന്നെ വീഡിയോ ഇടും. ശരി, അപ്പോൾ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ഈ സംസാരിച്ചത് ഞാൻ യൂട്യൂബിലിടും, പ്ലസ് ഈ റിവ്യൂ ഞാൻ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആ ശരി, ഓക്കെ, താങ്ക്സ്. എന്തിനാണ് അങ്ങനെ ഒരു സാധനത്തിനൊക്കെ, അതായത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നതിനാ? എന്ത് മണ്ടത്തര പറയുന്നത്? നിങ്ങളത് ഡിലീറ്റ് ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത്? ഇപ്പൊ ഇയാള് പറഞ്ഞ വാക്കില് എല്ലാത്തിലും ഭയങ്കര ധാർഷ്ട്യാണ്. അതായത് എല്ലാ പ്രൊഡ്യൂസർമാരെ പോലല്ല ഞാൻ. അതിന്റെ അർത്ഥം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഗുണ്ടാ തലവനാണ് ഞാനെന്ന് പറയുന്നതിന് തുല്യാണ്. അപ്പൊ അത് ശരിക്കും മോശമായി പോയി. ഉണ്ണി അങ്ങനെ ആ ഒരു ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഭയങ്കര നെർവസ് ആയിട്ട് ഭയത്തോട് കൂടിയിട്ടാണ് ഉണ്ണി നിൽക്കുന്നത്. ഇത് നമ്മളെയൊക്കെയാണ് അവർ വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന അതേ നാണയത്തിൽ തിരിച്ച് മറുപടി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ആ ഒരു വൈബിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും ചെയ്യും, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ആ ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ദഹിച്ചില്ല കേട്ടോ, തീരെ ദഹിച്ചില്ല. ഉണ്ണി അത് പറയണ്ടായിരുന്നു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. ആള് പറഞ്ഞത് മറ്റുള്ള പ്രൊഡ്യൂസർമാരെ നീ കാണുന്നത് പോലെ ഒന്നല്ല, ഞാൻ ഭയങ്കര ഡേഞ്ചറാന്നാ പറയുന്നത്. നിന്നെ കൊല്ലും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ ഞാൻ അത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പോയി കേസ് കൊടുക്കുണ്ണി, അല്ലാതെ എന്താണ്. ഇപ്പൊ അവസാന വീഡിയോന്റെ ക്ലിപ്പിന്റെ ലാസ്റ്റ് നോക്കിയേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അപ്പ് ടു ഹിം. ആൻഡ് ഉപയോഗിച്ച ഭാഷ എനിക്ക് ടെൻഷനുണ്ട് കേട്ടോ. ഇത് പേടിയും ടെൻഷനൊന്നും ഇല്ലാതെ ഈ ഒരുപാട് കാശുള്ള ഞാൻ കൊല്ലോടെ വീറും മറ്റേ ഡയലോഗ് അടിക്കുന്നതിലൂടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ മിസ്റ്റർ എബ്രഹാം സംതിങ്, ഇനിയിപ്പോൾ പേര് പറഞ്ഞിട്ടില്ല എന്നൊന്നും പുള്ളിക്കൊരു വിഷമം വേണ്ട. സോ മിസ്റ്റർ എബ്രഹാം മാത്യു, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ നിങ്ങളുടെ സിനിമ, ഞാൻ മിണ്ടുന്നില്ല. ഇനി നിങ്ങളുടെ സിനിമകൾ കാണുന്ന പരിപാടിയില്ല. ഓക്കെ, താങ്ക് യു. അയ്യോ, ഞാൻ ഇയാളൊരു ആണായിട്ട് കണ്ടത്. ഈ ഉണ്ണി വീഡിയോ കാണുന്ന വരെ ഞാൻ വിചാരിച്ചു ഇയാള് എന്ത് പറയുന്നേ, അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം എന്തുള്ളത്? ഇങ്ങനെ പോലെ ഇത്ര ആളുകളെ ഈ ദാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്ക് ലെവലേശം ബോധമില്ല എന്നുള്ളതാ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക, എന്നെ
വധഭീഷണി. നിങ്ങളത് പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടില്ലേ? വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. കംപ്ലൈന്റ് ചെയ്യുക, അത്ര തന്നെ. എന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പണം കൊടുത്തൊരു സിനിമ കാണുമ്പോ, ഞാൻ പണം കൊടുത്തൊരു ഭക്ഷണം കഴിക്കുമ്പോ അത് റിവ്യൂ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് പറയാം. ഇയാള് പബ്ലിക്കാക്കിയ ഒരു സാധനമാണ്, പബ്ലിക്കിന് കൊടുക്കുന്നതാണ്. അല്ലാത്ത പക്ഷം അത് എടുത്തു വെക്കണം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലിരുന്ന് കാണണം. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ജനങ്ങൾ അത് കണ്ട അഭിപ്രായം പറയും, ഒരു തർക്കവും വേണ്ട. സിനിമ മോശമാണെങ്കിൽ മോശം എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതും പറയും. വേണമെങ്കിൽ സിനിമ ഇറക്കിയത് ഇവരൊക്കെ, അത്ര നമുക്ക് പറയാനുള്ളൂ. അല്ലെ അതിന്റെ പിന്നിൽ വേറൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു സിനിമ ഒരാഴ്ച കൊണ്ട് സിനിമ പൈസ കളക്ട് ചെയ്തില്ലേ, കിട്ടി, പണം കിട്ടി. ഇനി അങ്ങോട്ട് ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അവരെ നെഞ്ചത്തോട്ട് കയറേണ്ട കാര്യം. ഇതും എനിക്ക് തോന്നുന്നൊരു ചീപ്പായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്രൊമോഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇയാൾ വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും ആളുകൾ പടം കാണും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാവാം. എന്തൊക്കെ ആയാലും ഭീഷണിയുടെ സ്വരത്തില് നമ്മളെ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, ഇനി നിങ്ങളുടെ സിനിമ ഞാൻ കാണുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഭീരുവായിട്ട് എനിക്ക് ഉണ്ണിയെ കാണാൻ തോന്നുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മളൊന്നും ഒരടി പിറകിലോട്ട് വെക്കില്ല. വാശി എങ്കിൽ വാശി തന്നെയാണ്. അയാൾ ഇനി സിനിമ ഇറക്കട്ടെ, സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. നമ്മൾ ഒരിക്കലും അയാൾ ചെയ്യുന്ന സിനിമകള് എല്ലാം നല്ലതാണെങ്കിലും മോശമാണെന്ന് പറയാനല്ലല്ലോ പറയുന്നത്. അയാൾ സിനിമ ഇറക്കട്ടെ, സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് ഇരുന്ന് പറ. ഞാൻ ഇനി നിങ്ങളുടെ പടം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ഒരാളുടെ വ്യൂവർഷിപ്പാണ് കുറഞ്ഞു കിട്ടുന്നത്. എന്ത് മനുഷ്യനാണ് നിങ്ങൾ? 130-140 രൂപ കൊടുത്ത് സിനിമ ആണെന്നല്ലേ ആ പാവപ്പെട്ട കൊടീഷന് കൊടുക്കത്. എന്തായാലും കൊള്ളാം. എനിക്ക് ഈ ഒരു വിഷയത്തിൽ പ്രൊഡ്യൂസർ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഉണ്ണി അവസാനം പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ മൗലിക അവകാശം ഉപയോഗിച്ചുകൊണ്ട് സിനിമ കാണുകയും ചെയ്യും. ഇനിയും ഞാൻ നിരന്തരമായിട്ട് റിവ്യൂ ചെയ്യുകയും ചെയ്യും. അത് യാതൊരു തർക്കവും വേണ്ട. ഓക്കെ, എന്തായാലും ശരി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോറി, ഇപ്പൊ ഗുഡ് മോർണിംഗിൽ വീടിടുക. ഗുഡ് നൈറ്റ്. ഞാൻ ഉറങ്ങാൻ പോകണുള്ളൂ. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരേക്കും ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.